വിഷമകരമായിട്ടൊരു സാഹചര്യത്തെ നമ്മൾ അതിജീവിക്കുകയാണ്. ഇവിടുന്ന് ദിവസങ്ങൾ പോലും ദിവസങ്ങൾ പോലും ആകാതെ 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടെ എത്തി മരണമടഞ്ഞ് തിരിച്ചു വരേണ്ട ഒരു സ്ഥിതി ആ കുടുംബത്തിലെ നാട്ടുകാർക്കൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി ഇതിനെ ആശ്വസിപ്പിക്കുകയും നടപടി പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെന്റ് മുമ്പിലുള്ളത്. ഇന്നലെ തന്നെ മന്ത്രിസഭാ യോഗം കൂടി ഇത്തരം തീരുമാനമെടുത്ത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഇവിടെ എത്തുന്ന ബോഡി ഇത്രയും പെട്ടെന്ന് ബോഡി ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ സാധിക്കത്തക്ക അവസ്ഥ സംജാതമാക്കിയിട്ടുണ്ട്. ബോഡി എത്തുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ പൊതുദർശനത്തിന് കാണാൻ കഴിയത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. അവിടെ ഫോട്ടോയും നെയിം സ്ലിപ്പും ഉൾപ്പെടെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ വരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ ആംബുലൻസ് മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരും. മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സിഎമ്മിൻ്റെ നിർദ്ദേശപ്രകാരം നോർക്ക ചെയ്തിട്ടുണ്ട്. ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കുക. എല്ലാവരുടെയും ബന്ധുക്കൾ എത്തിയിട്ടില്ല. അപ്പോൾ ബന്ധുക്കൾ എത്താത്തവർക്കും അതാത് ഇടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ചെയ്തത്. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സംസ്കാരമില്ല, മോർച്ചറിയിൽ വെക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അത് അതാത് ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചുകൊണ്ട് ആ രീതിയിൽ എവിടെയാണോ അവർ മൃതദേഹം മോർച്ചറി വെക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുള്ളത് അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്കില്ല. സിഎമ്മിൻ്റെ ഓഫീസുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അത് നോക്കേണ്ടതായിട്ട്. പരിക്കേറ്റവരിലും ഭൂരിപക്ഷം മലയാളികളാണ് എന്നുള്ളതാണ്. 3-4 ആശുപത്രികളിലായിട്ടാണ് അവർ ഉള്ളത്. ICUവിൽ ചികിത്സയിലുള്ളത് 7 പേരാണ്. അതിൽ ഒരാൾ അതിതീവ്രമായി ഗുരുതര നിലയിലാണ്. അത് മലയാളി അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ 4ഓളം മലയാളികൾ ICUവിലാണ് എന്നുള്ളതും പറയുന്നുണ്ട്. നമുക്ക് എംബസിയിൽ നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ പരിക്കേറ്റവരുടെയും പൊള്ളലേറ്റവരുടെയും വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരം എംബസിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്നലെ പോകാൻ കഴിഞ്ഞില്ല, ഇനി പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? വാസ്തവത്തിൽ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ്. അതായത് നമുക്ക് ഏറ്റവും അധികം ഈ ഒരു ദുരന്തത്തിൽ മരണമടഞ്ഞത് നമ്മുടെ ആളുകളാണ്. ഇന്ത്യക്കാരിൽ പകുതിയിലധികം മരണപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ചികിത്സ തേടി ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന്, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഇതാദ്യമായിട്ടൊരു സംഭവമല്ലല്ലോ. ഒരു കണ്ണീരിൻ്റെ ഒരു ദുഃഖത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രതിനിധി അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നടപടി സ്വീകരിച്ചത്. ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ അത് ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്തതിനാൽ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പല ആവശ്യങ്ങളുണ്ടാവും നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലിടപെടുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. വീണ ജോർജും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു. ഇന്നലെ പോകാൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖവും മന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. അവിടെ പരുക്കേറ്റ് ചികിത്സയിലുള്ളവർ, അവിടെ ഉള്ള ഉറ്റവരും ഉടയവരുമായിട്ടുള്ള മലയാളികൾ, അവർക്കൊപ്പം നിൽക്കാനാണ് ഇന്നലെ പോകാനായിട്ട് തയ്യാറായത്. പക്ഷേ അത് കഴിഞ്ഞില്ല എന്നുള്ളതിലെ ഖേദവും മന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. മന്ത്രിമാരുൾപ്പെടെ മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു.